ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലാസ് 3 ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024-25. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡിംഗ് കംപ്രഷൻ ആണ്. അതായത് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും. അതിന് ഉത്തരം എഴുതുക എന്നതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കാം. Raju is a farmer. He lives in a village. Raju grows wheat, rice and vegetables. He had a cow that gives him milk. Raju sells the milk and vegetables in the market. He uses the money to buy seeds, tools and clothes for his family. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? രാജു എന്ന് പറയുന്ന ഒരു ഫാർമർ, അതായത് ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ എവിടെയാണ്? അവർ ജീവിച്ചിരുന്നത് വില്ലേജിലായിരുന്നു, ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് വളർത്തിയിരുന്നത്? ഗോതമ്പ്, അരി, പച്ചക്കറി എന്നിവയൊക്കെ ആയിരുന്നു അദ്ദേഹം നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശു പാല് തരുന്നുണ്ട്. അതുപോലെ ഈ രാജു എന്താണ് മാർക്കറ്റിൽ പോയിട്ട് പാലും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വിൽക്കാറുണ്ട്. ആ പണം ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് സീഡ്, വിത്തുകളും അതുപോലെ തന്നെ ആയുധങ്ങളും ടൂൾസും അതുപോലെ തന്നെ ആ വീട്ടിലേക്കുള്ള വസ്ത്രങ്ങളുമൊക്കെ അദ്ദേഹം മേടിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് രാജുസ് ഒക്യുപ്പേഷൻ? എന്താണ് രാജുവിൻ്റെ ജോലി? ഒക്യുപ്പേഷൻ എന്താണ്? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു രാജു ഈസ് എ ഫാർമർ എന്ന്. അപ്പോൾ ഉത്തരം രാജു ഈസ് എ ഫാർമർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, വേർ ഡസ് രാജു ലീവ്? എവിടെയാണ് രാജു താമസിക്കുന്നത്? അപ്പോൾ നമ്മൾക്ക് ഈ പാരഗ്രാഫിലുണ്ടായിരുന്നു ഹി ലീവ്സ് ഇൻ എ വില്ലേജ്. അപ്പോൾ രാജു ലീവ്സ് ഇൻ എ വില്ലേജ് എന്ന് എഴുതാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് രാജു ഗ്രോസ് ഇൻ ഹിസ് ഫാം? അവൻ്റെ ഫാമിൽ അവൻ എന്താണ് വളർത്തിയിരുന്നത്? രാജു ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾ. ഗോതമ്പ്, അരി, പച്ചക്കറി എന്നിവയൊക്കെ ആയിരുന്നു അവന് നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർത്ത്, നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് രാജുസ് കൗ ഗീവ് ഹിം? എന്താണ് രാജുവിൻ്റെ പശു തിരികെ കൊടുത്തിരുന്നത്? എന്താണ്? രാജുസ് കൗ ഗീവ്സ് ഹിം മിൽക്ക്. രാജുവിൻ്റെ പശു പാല് കൊടുത്തിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഡസ് രാജു സെൽ ഇൻ ദ മാർക്കറ്റ്? എന്താണ് രാജു മാർക്കറ്റിൽ വിൽക്കാറുണ്ടായിരുന്നത്? എന്താണ്? ഹി സെൽസ് മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ മാർക്കറ്റ്. രാജു പാലും പച്ചക്കറികളും മാർക്കറ്റിൽ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും ആക്ടിവിറ്റി 1 ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് കൂട്ടുകാർ. ദെൻ അടുത്തത് ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. സാഷ ടോൾഡ് a new teacher about കബിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അതായത് സാഷ എന്താണ് അനു ടീച്ചറിനോട് കബിതനെ പറ്റിയിട്ട് പറയുകയാണ്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള സംഭാഷണം, സാഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. അതായത് എന്തെഴുതാം? സാഷ ടീച്ചർ ഓൺ അവർ വേ ഹോം ഹി സോ എ ഗേൾ. അതായത് ടീച്ചറിനോട് പറയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കുട്ടിയെ കണ്ടു. ടീച്ചർ, എ ഗേൾ? വിച്ച് ഗേൾ? ഒരു പെൺകുട്ടിയോ? ഏതാണ് ആ പെൺകുട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ സാഷ എന്താണ് പറയുന്നത്? എ പൂർ ഗേൾ സോ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് ഇൻ ദിസ് മോർണിംഗ് ടു. അതായത് ഒരു പാവപ്പെട്ടിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവളെ ഞാൻ നമ്മുടെ രാവിലെ ക്ലാസ്സിൻ്റെ മുൻപിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഹെർ പ്രോബ്ലം? എന്താണ് അവളുടെ പ്രശ്നം? അപ്പോൾ സാഷ എന്താണ് പറയുന്നത്? ഷി ഹാഡ് എ ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡിയിങ് ബട്ട് ദർ ആർ ഫൈനാൻഷ്യലി അൺഏബിൾ ടു ഡു സോ. അതായത് അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അവൾക്ക് നല്ല താല്പര്യമുണ്ട് സ്കൂളിലും അതുപോലെ തന്നെ പഠിക്കാനുമൊക്കെ. പക്ഷെ അവളുടെ സാമ്പത്തികം എന്താണ് അതിനനുവദിക്കുന്നില്ല എന്ന് സാഷ പറയുകയാണ്. അപ്പോൾ എന്താണ് ടീച്ചർ പറയുന്നത്? ഡോണ്ട് വെറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ.
ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. അപ്പോൾ സാഷ പറയാണ് ഓക്കെ താങ്ക് യു ടീച്ചർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാഷയും അവരുടെ ടീച്ചറും തമ്മിലുള്ള കോൺവേഴ്സേഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്, അതായത് കോൺവേഴ്സേഷൻസ് ഒക്കെ എഴുതാനുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാരൊന്ന് പഠിച്ചു വെക്കണം. ദെൻ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എ റെസിപ്പി ഓഫ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു റെസിപ്പി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ഈറ്റൻ റോ. അതായത് നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. അത് നന്നായി കഴുകുക, അതിൻ്റെ തൊലി കളയണമെങ്കിൽ തൊലി കളയുക. ആൻഡ് ചോപ്പ് ദം ഇൻ ടു പീസസ്. ചെറുതായിട്ട് അത് കട്ട് ചെയ്യുക. പുട്ട് ദം ഇൻ ടു എ ബോൾ. അതായത് ഒരു ബൗളിൽ അതിടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇടുക. ദ സാലഡ് ഈസ് റെഡി. അപ്പോൾ ഇവിടെ സാലഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4, Sasha offered an ഉണ്ണിയപ്പം to the girl, but the girl ran away without accepting it. What could be Sasha's feeling? അതായത് സാഷ ആ പെൺകുട്ടികൾക്ക് ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്യുകയാണ്. പക്ഷെ ആ കുട്ടി എന്താണ് അത് വേടിക്കാൻ കൂട്ടാകാതെ, അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് ആ കുട്ടി ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ സാഷയുടെ ഫീലിംഗ് എന്തായിരിക്കുമെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈ ഡിഡിൻ ദ ഗേൾ ടേക്ക് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉണ്ണിയപ്പം എടുക്കാണ്ടിരുന്നത്? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഞാൻ അവളോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? വാസ് ഷി നോട്ട് ഹംഗ്രി? അവൾക്ക് വിശപ്പില്ലായിരുന്നത് കൊണ്ടാവുമോ? ദെൻ വൈ ഡിഡ് ഷീ കം ഹിയർ? എന്തിനാണ് പിന്നെ അവൾ ഇവിടെ വന്നത്? ഷീ ലുക്സ് ലൈക്ക് എ പൂർ ഗേൾ. അവളെ കാണാൻ ഒരു പാവപ്പെട്ട കുട്ടിയെ പോലെയുണ്ട്. ഹെർ ഡ്രസ് ഈസ് ടോൺ. അവളുടെ വസ്ത്രം കീറിയിട്ടുണ്ട്. വൈ ഈസ് ഹെയർ ഷാബി? ഡിഡിൻ ഹെർ മദർ കോം ഹെർ ഹെയർ? അതായത് അവളുടെ അമ്മ അവൾക്ക് മുടി ചീകി കൊടുക്കാറില്ലേ? വൈ ഈസ് ഇൻ ഷീ അറ്റ് ദ സ്കൂൾ നൗ? ഐ വണ്ടർ വോ ഷീ ലീവ്സ്. എവിടെയാണ് അവൾ താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. പൂർ ഗേൾ, ഐ ഫീൽ സോറി ഫോർ ഹെർ. അതായത് പാവം പെൺകുട്ടി, എനിക്ക് അവളുടെ ഇതിൽ സോറി തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 5 ആണ്. ഒരു സ്റ്റോറി, സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. അതായത് ഒരു സ്റ്റോറി, കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് റൈറ്റ് ഓർഡറിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. നവീനെയും സാഷിനെയും ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. സാഷ ആൻഡ് നവീൻ വിസിറ്റർ കവിത. സാഷയും നവീനും കവിതയെ വിസിറ്റ് ചെയ്തു. ആൻഡ് കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ് ബ്രദർ. ആൻഡ് നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ഇതിനെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ഒരു പെൺകുട്ടിയെ അവരുടെ ജനാലയുടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമുക്ക് എഴുതാം സാഷ ആൻഡ് നവീൻ വിസിറ്റ് എഴുതാം കവിതയെ സാഷയും നവീനും വിസിറ്റ് ചെയ്ത്. കവിത സ്ക്രാഡലിംഗ് ഹെർ യങ് ബ്രദർ. അതായത് കവിത എന്താണ് ക്രാഡലിംഗ് ചെയ്യുക, അതായത് തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് യങ് ബ്രദറിനെ. സാഷ ഗീവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു ദ കവിത. സാഷ അവൾക്കൊരു പിക്ചർ സ്റ്റോറി ബുക്ക് കവിതക്ക് കൊടുത്തു. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. സാഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 1 മിക്കവാറും എന്ന് പറയുന്നത് ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് ചോദ്യങ്ങളായിരിക്കും. ദെൻ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നിങ്ങളുടെ ഫീലിംഗ് എഴുതാൻ, അല്ലെങ്കിൽ കോൺവേഴ്സേഷൻ എഴുതാൻ, അതൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോറി ഇവൻറ്റ്സ്, അതായത് ഡിസോർഡറിൽ തന്നിട്ട് അത് ഓർഡറിലാക്കാനുണ്ടാകും. അതുപോലെ തന്നെ ഫീലിംഗ്, അതായത് ഓരോരുത്തരുടെ അനുഭവം എന്തായിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവുക, അതുപോലെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ. ഇപ്പോൾ മിക്കവാറും ഒരു പിക്ചറൊക്കെയാണ് തരാറ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൂടുതൽ, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് നന്നായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.